ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഹൽവ ഉണ്ടാക്കാം. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് ഗോതമ്പ് ഹൽവ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിനായിട്ട് ആദ്യം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അളവിനായിട്ട് ഞാൻ ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് വെറുതെ ഒന്ന് കുഴച്ചാൽ മതി. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല മയത്തിലൊന്നും കുഴച്ചെടുക്കണ്ട, വെറുതെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാവ് അളന്ന അതേ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 4 ഗ്ലാസ് ഒഴിച്ച് 1 ഗ്ലാസും കൂടെ ഒഴിക്കാം. 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് 1 മണിക്കൂർ വയ്ക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. മാവ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിനുള്ള പാലെടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് വേറൊരു പാത്രം എടുത്തു അതിലൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. പാത്രത്തിൻ്റെ അടിയിലുള്ള ഇതുപോലെ കട്ടിയായിട്ടുള്ള മാവ് ഒന്നുകൂടെ ഒന്ന് കൈവച്ചൊന്ന് പിഴിഞ്ഞിട്ട് അതങ്ങ് കളയാം. നമ്മുടെ ഗോതമ്പ് പാല് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും 1 മണിക്കൂർ വയ്ക്കാം. ഒരു മണിക്കൂറായപ്പോൾ പാലിലുള്ള വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തെളിയിച്ചെടുക്കണം. വെള്ളം തെളിച്ചൊഴിച്ച് ഈ വെള്ളം നമുക്ക് വേണ്ട, വെള്ളം കളയാം. അതിൻ്റെ അടിയിലുള്ള പാല് മാത്രം മതി. വെള്ളം നന്നായിട്ട് തെളിയിച്ചെടുത്തു. അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള ഗോതമ്പിൻ്റെ പാല് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഞാൻ 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് മാവിന് 1.5 ഗ്ലാസ് പഞ്ചസാര വേണം. 1.25 ഗ്ലാസ് എടുത്താലും മതി. എന്നാലും 1.5 ഗ്ലാസ് എടുത്താലാണ് ഹൽവയ്ക്ക് നല്ല മധുരം ഉണ്ടാവുക. 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1/2 ഗ്ലാസ് എടുത്ത് കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചു. പാൻ ചൂടായ ശേഷം ഗ്യാസ് സിമ്മിലിട്ടിട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. പാനിൽ പഞ്ചസാര ഇട്ടിട്ട് വെറുതെ വെച്ചിരുന്നാൽ മതി. സ്പൂൺ കൊണ്ട് ഇളക്കിയൊന്നും വേണ്ട. ഈ സമയത്ത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര സ്പൂണിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇളക്കാതെ വെറുതെ വെച്ചിരുന്നാൽ മതി. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ വയ്ക്കാം. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവുന്നവരെ വയ്ക്കരുത്. പഞ്ചസാരയ്ക്ക് സിറപ്പിന് കയ്പുണ്ടാകും. ഇത് മതി. ഈ കളർ ആകുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വെള്ളം ഒഴിക്കണം. നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പഞ്ചസാര വീണ്ടും കട്ടിയായി പോകും. അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് അത് പൊട്ടിത്തെറിക്കും.
വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഗ്യാസ് കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് മുറിച്ചതാണിത്, മുഴുവനും ഇട്ടാലും മതി. ഇതൊന്ന് വറുത്ത് കോരാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിൽ തന്നെ നമ്മൾ ബാക്കിയിരുന്ന പഞ്ചസാര, ബാക്കിയുള്ള 1 ഗ്ലാസ് പഞ്ചസാര അതേ പാനിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി, നൂൽ പരുവൊന്നും ആവണ്ട, ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ലോ ഫ്ലെയിമിലിട്ട ശേഷം നമ്മുടെ ഗോതമ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാല് നന്നായിട്ട് അടിയിൽ കട്ടിയായിട്ടുണ്ടാകും, അതുകൊണ്ട് സ്പൂൺ വെച്ച് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടിയായി പോവും. കട്ടിയായി വരികയാണ്. അങ്ങനെ പെട്ടെന്ന് കട്ടിയാവുകയാണെങ്കിൽ ഹൽവയ്ക്ക് ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് വേണം കട്ടിയാക്കി എടുക്കാനായിട്ട്. ഒന്ന് കട്ടിയായി വരുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് വേണം ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുമിച്ച് നെയ്യ് ഒഴിച്ച് തയ്യാറാക്കരുത്. കുറേശ്ശെ നെയ്യ് ഒഴിച്ച് വേണം ഹൽവ തയ്യാറാക്കാനായിട്ട്. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. വീണ്ടും നെയ്യ് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് കട്ടിയായി വരുമ്പോൾ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പ് ഒഴിക്കുമ്പോൾ ഹലുവയ്ക്ക് നല്ല നിറം ഉണ്ടാവും, പിന്നെ നല്ല ടേസ്റ്റുമാണ്. കാരമൽ സിറപ്പ് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. കാരമൽ സിറപ്പ് ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാം. വീണ്ടും നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് 1/2 ഗ്ലാസ് നെയ്യ് വേണം. ഞാൻ 1/2 ഗ്ലാസ് എടുത്തിട്ടില്ല, 1/4 ഗ്ലാസും കുറച്ചുകൂടി നെയ്യ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കട്ടിയാകുമ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്തത് ഇട്ട് കൊടുക്കാം. വീണ്ടും നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഏലക്ക പൊടിച്ചത് ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഏലക്ക പൊടിച്ചതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ പാത്രത്തിൽ ഹൽവ എടുത്ത് വെച്ച് സ്പൂൺ വെച്ച് കോരി കഴിക്കാനാണെങ്കിൽ ഈ പരുവത്തിൽ ഈ സമയത്ത് കോരിയെടുക്കാം. അതല്ല ഹൽവ പോലെ കട്ട് ചെയ്ത് കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുക്കണം. നല്ലപോലെ കട്ടിയാക്കി എടുത്താലേ ഹൽവ നന്നായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നന്നായിട്ട് കട്ടിയാക്കി എടുക്കാം.
ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതുപോലെ അടിവശത്ത് ഇതുപോലെ വെള്ള കളറിൽ കാണും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗോതമ്പ് ഹൽവയ്ക്ക് ഇതുപോലെ മുകളിലും അടിയിലുമായിട്ട് ഇതുപോലെ വെളുത്ത കളറിൽ കാണും. അത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അതുപോലെ നല്ല കട്ടിയായിട്ട് എടുത്ത ശേഷം ഹൽവ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് പുരട്ടാം. അതിനുശേഷം ഹൽവ ഇട്ട് നിരത്തിയെടുക്കാം. ഇങ്ങനെ നിരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട ശേഷം ഇതുപോലെ ഒന്ന് നിരത്തിയാൽ മതി. കുറച്ചുകൂടി നെയ്യ് തേച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഹൽവ നന്നായിട്ട് പാത്രത്തിൽ നിരത്തിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഹൽവ മുറിക്കാവൂ. ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് പുരട്ടുകയാണെങ്കിൽ ഹൽവ പെട്ടെന്ന് ഇളകി വരും. ഇതിപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഇളകി വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുമുണ്ട് ഹൽവ. ഇതൊന്ന് മുറിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.